നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറ്റീരിയൽ കോസ്റ്റ് രണ്ടാമത്തെ യൂണിറ്റിലെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പൊ ഇന്ന് മെറ്റീരിയൽ കോസ്റ്റിൽ എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വെച്ചാല് മെറ്റീരിയൽ കോസ്റ്റിലെ മീനിങ്, അതുപോലെ തന്നെ മെറ്റീരിയൽ കോസ്റ്റിന്റെ മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ എന്താണ്, അതുപോലെ തന്നെ ഡെഫിനിഷൻസ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾസ്, പിന്നെ പർച്ചേസ് സിസ്റ്റം, അതുപോലെ തന്നെ പർച്ചേസ് സിസ്റ്റത്തിന്റെ ടൈപ്സുകൾ. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം ആദ്യം തന്നെ എന്താണ് മെറ്റീരിയൽ എന്ന് പറയാം. മീനിങ് ഓഫ് മെറ്റീരിയൽ നമ്മൾ തുടങ്ങുന്ന ആദ്യം തന്നെ. സോ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷന്റെ ഭാഗത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു എലമെന്റ് തന്നെയാണ് മെറ്റീരിയൽ. സോ മെറ്റീരിയൽ ആർ ദി മേജർ പാർട്ട് ഓഫ് എ ടോട്ടൽ കോസ്റ്റ് ഓഫ് എ പ്രൊഡ്യൂസിങ് എ പ്രൊഡക്റ്റ്. അപ്പൊ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടും അതുപോലെ തന്നെ മേജർ പാർട്ട് ആയിട്ടുള്ള സാധനമാണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം, നമ്മളൊരു സാധനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, കാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ കാറിന് വേണ്ടി ആവശ്യമുള്ള മെറ്റീരിയൽസ് ആണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോസ്റ്റ് ആയിട്ട് വരുന്നത്. സോ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് എന്നൊരു കോൺസെപ്റ്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ മെറ്റീരിയൽസ് ആർ ദി മേജർ പാർട്ട് ഓഫ് എ ടോട്ടൽ കോസ്റ്റ് ഓഫ് എ പ്രൊഡ്യൂസിങ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്ന മെറ്റീരിയലിന്റെ കോസ്റ്റ് തന്നെയാണ്. ആർ ദി വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് അസറ്റ് ഇൻ ദി മെജോറിറ്റി ഓഫ് ബിസിനസ് എന്റർപ്രൈസസ്. അതുപോലെ തന്നെ ഒരു മെറ്റീരിയൽ എന്താണ്, ഒരു ബിസിനസ് എന്റർപ്രൈസസിന്റെ ഒരു ഇമ്പോർട്ടന്റ് അസറ്റ് ആയിട്ട് കണക്കാക്കുന്നത് സാധനം തന്നെയാണ്. ഹെൻസ് total cost of product can be controlled or can be reduced by efficient use of materials. അപ്പോൾ മെറ്റീരിയൽ നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ കോസ്റ്റും അതുപോലെ തന്നെ നമുക്ക് എന്താ ചെയ്യാം, ടോട്ടൽ കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ് എന്താ ചെയ്യാം, റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. വെൻ വി ആർ എഫിഷ്യന്റ്ലി യൂസിങ് ദി മെറ്റീരിയൽസ്. നമ്മൾ മെറ്റീരിയൽസ് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. There are two kinds of material. നമുക്ക് അറിയാവുന്ന കേസാണ്, രണ്ട് രീതിയിലുള്ള മെറ്റീരിയൽ ഉണ്ട്. The material which can be directly identifiable, അതായത് നേരിട്ട് കണ്ടെത്താൻ പറ്റുന്നതോ, ആൻഡ് attributable to individual unit, ഒരു യൂണിറ്റിനേറ്റും ഡയറക്റ്റ് ആയിട്ട് അട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണെങ്കിൽ അത് നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയും. സോ ദീസ് മെറ്റീരിയൽ ക്യാൻ ബി എ പാർട്ട് ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടി നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ മെറ്റീരിയൽ എന്ന് പറയും. ഒരു ഉദാഹരണം, നിങ്ങൾ ഒരു കാർ ഉണ്ടാക്കുകയാണെങ്കിൽ ആ കാറിന്റെ ഡയറക്റ്റ് മെറ്റീരിയൽസ് ആയിട്ട് വരും നമുക്ക് ചാസികളുടെ ഇരുമ്പ് കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ റബ്ബറും കാര്യങ്ങളൊക്കെ എന്താണ് ആ വണ്ടിക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഈ വണ്ടി ഫിനിഷ്ഡ് ഗുഡ്സ് ആയി പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യാം, ആ പ്രൊഡക്റ്റിനായിട്ട് വിസിബിൾ ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നെറ്റ്, സ്കൂർ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല. അതുപോലെ ഗ്രീസ് കാര്യങ്ങളൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ ഇപ്പൊ നമുക്ക് നേരിട്ടായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അട്രിബ്യൂട്ടബിൾ ടു ഇൻഡിവിജ്വൽ യൂണിറ്റിന്റെ മാനുഫാക്ചറിങ്ങിന് വരുന്ന മെറ്റീരിയൽസിന് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയും. സോ ദീസ് ഡയറക്റ്റ് മെറ്റീരിയൽസ് ആൾസോ എ പാർട്ട് ഓഫ് ദി ഫിനിഷ്ഡ് ഗുഡ് പ്രൊഡക്ട്സ്. അത് ഫിനിഷ്ഡ് പ്രൊഡക്ട്സിന്റെ ഭാഗം കൂടി എന്ത് ചെയ്യുക, ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. All the costs which are incurred to obtain the direct materials are known as direct material cost. അപ്പൊ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂം അല്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ് നമുക്ക് എന്ത് പറയാം, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്നും പറയാവുന്നതാണ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയും. നേരത്തെ പറഞ്ഞു, ഒരു കാർ ഉണ്ടാക്കുന്ന സമയത്ത് ആ കാറിന് വേണ്ട ഇരുമ്പ്, മീൻസ് ചാസി ഉണ്ടാക്കാനുള്ള ഇരുമ്പും, അവർ റബ്ബർ, ടയറിലൊക്കെ റബ്ബറും, അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് മെറ്റീരിയൽ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ആ കാർ ഉണ്ടാക്കാൻ അത് മാത്രം പോരാ, കാരണം വെച്ചാൽ നെറ്റ്, അതുപോലെ സ്ക്രൂ, അതുപോലെ തന്നെ ഗ്രീസ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ എന്താ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. നമുക്ക് ഒരിക്കലും എന്താ ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് അട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്താ ഈ മെറ്റീരിയൽസ് നമുക്ക് വേറെ പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും പറ്റുന്നതാണ്. സോ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്നാൽ ഓൺ അതർ ഹാൻഡ്സ് ആർ ദോസ് മെറ്റീരിയൽ വിച്ച് ആർ വെരി സ്മോൾ അല്ലെങ്കിൽ വിച്ച് ആർ സ്മോൾ വാല്യൂ സച്ച് ആസ് നെറ്റ്, പിന്ന്, സ്ക്രൂ എക്സെട്ര. അപ്പൊ ഈ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്നാൽ അത് വളരെ ചെറുതാണ്. അതിന് ഉദാഹരണങ്ങളാണ് നെറ്റ്, പിന്ന്, സ്ക്രൂ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ they do not physically form a part of the ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന്റെ ഒരു ഫിസിക്കൽ ഫോമിലേക്ക് വരുന്നില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, അത് ജസ്റ്റ് ആ ഫിനിഷ് നമ്മളെ ഡയറക്റ്റ് മെറ്റീരിയലിനെ സഹായിക്കാൻ മാത്രം എന്ത് ചെയ്യുള്ളൂ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽസിനെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. കോസ്റ്റ് അസോസിയേറ്റ് വിത്ത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയും. അപ്പോൾ ഇൻഡയറക്റ്റ് മെറ്റീരിയലിൽ നിന്ന് ഉണ്ടാവുന്ന കോസ്റ്റ് നമ്മൾ എന്ത് പറയും, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയും. അപ്പൊ അത്ര ഉള്ളൂ രണ്ട് കാര്യങ്ങൾ. അതായത് മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഫാക്ടർ ആണ്. ഈ ഫാക്ടറിന് നമ്മൾ എന്താ പറയും, മെറ്റീരിയൽസ് എന്ന് പറയും. ഈ മെറ്റീരിയൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസ്സിഫൈ, ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്,
ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ടെന്ന് പറയാം. മെറ്റീരിയൽ കൺട്രോൾ എന്ന അടുത്ത കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെറ്റീരിയൽ കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയും. സോ മെറ്റീരിയൽ കൺട്രോൾ എന്ന് വെച്ചാൽ ആസ് എ മെറ്റീരിയൽ കോസ്റ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ മേജർ പോർഷൻ ഓഫ് ദി ടോട്ടൽ കോസ്റ്റ്, ഇറ്റ് ഹാസ് ടു ബി ബ്രോട്ട് ഡൗൺ ടു എഫിഷ്യന്റ് കൺട്രോൾ. അപ്പൊ ഒരു പ്രൊഡക്ഷന്റെ അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് തന്നെയാണ് മെറ്റീരിയൽ. അപ്പൊ മെറ്റീരിയലിന്റെ കോസ്റ്റ് കുറയ്ക്കണമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇൻ ഓർഡർ ടു, അതായത് നമുക്ക് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് രീതിയിൽ നമുക്ക് മെറ്റീരിയൽസ് യൂസ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു കൺട്രോൾ ദി മെറ്റീരിയൽസ്. നമുക്ക് ഒരു പ്രോപ്പർ കൺട്രോൾ വേണം എന്ന് പറയുന്നു. സോ മെറ്റീരിയൽ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ടു റെഡ്യൂസ് ദി കോസ്റ്റ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ മേലുള്ള കൺട്രോൾ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മെറ്റീരിയൽ കൺട്രോൾ എന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ദെയർബൈ റെഡ്യൂസിങ് ദി അൾട്ടിമേറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. മെറ്റീരിയലിന്റെ കോസ്റ്റ് കുറയ്ക്കുക, അതായത് മെറ്റീരിയൽ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് മെറ്റീരിയലിന്റെ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ മെറ്റീരിയൽ കൺട്രോൾ എന്ന കോൺസെപ്റ്റ് തന്നെ. എഫിഷ്യന്റ് മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റം എൻഷുർ ആഡിക്വേറ്റ് സപ്ലൈ ഓഫ് മെറ്റീരിയൽസ്, ആൾസോ റെഡ്യൂസ് ദി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്. അപ്പൊ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള സമയത്ത് കറക്റ്റ് സമയത്ത് എന്തെങ്കിലും മെറ്റീരിയൽ സപ്ലൈസ് ഉണ്ടാവണം. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഉദാഹരണം, നമ്മളൊരു പ്രൊഡക്ഷൻ ഒരു നിർത്താം, മീൻസ് തടയാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാവാൻ പാടില്ല വെച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് മെറ്റീരിയൽസ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ മെറ്റീരിയൽ എഫിഷ്യൻസി കുറയുകയാണ് ചെയ്യുക. കാരണം വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് സ്റ്റോക്ക് വെക്കുകയാണെങ്കിൽ, മെറ്റീരിയൽ സ്റ്റോക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, ഓവർ സ്റ്റോക്കിംഗ് ഉണ്ടാവും. പിന്നെ ഓവർ സ്റ്റോക്കിംഗ് ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യും, ചിലപ്പോൾ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ആ സ്റ്റോക്ക് ചെയ്യണ അല്ലെങ്കിൽ ഓവർ സ്റ്റോക്ക് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽസിന്റെ ക്യാരിങ് കോസ്റ്റ്, ഹോൾഡിംഗ് കോസ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ എന്താണ് ടോട്ടൽ കോസ്റ്റിനെ വർദ്ധിപ്പിക്കുക ചെയ്യുന്നത്. അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആഡിക്വേറ്റ് സപ്ലൈ മെറ്റീരിയൽസ് ഉണ്ടാവണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കുറയാനും നോക്കണം എന്ന് പറയുന്നു. സേവിങ്സ് ഇൻ മെറ്റീരിയൽ കോസ്റ്റ്. മെറ്റീരിയൽ കോസ്റ്റിംഗ് ഒരു സേവിങ്സ് ഉണ്ടാവും. ഇറ്റ് വിൽ ലീഡ് ടു റിഡക്ഷൻ ഓഫ് കോസ്റ്റ് ഇൻ പ്രൊഡക്ഷൻസ് ആൻഡ് ഇംപ്രൂവ് ദി പ്രോഫിറ്റബിലിറ്റി. നമ്മളെ മെറ്റീരിയൽ കോസ്റ്റിൽ എന്തുണ്ടാക്കണം, റിഡക്ഷൻസ് കൊണ്ടുവന്നതിന് ശേഷം ആ റിഡക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റബിലിറ്റിനെ എഫക്ട് ചെയ്യണം അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ നോക്കേണ്ടതാണ്. ഒബിയസ്ലി നമ്മൾ ക്യാരി കോസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമ്മളെ ഓർഡറിംഗ് കോസ്റ്റ് ഒക്കെ വളരെ കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ദെൻ മെറ്റീരിയൽ കൺട്രോൾ ബിഗിൻ വിത്ത് ദി പ്രിപ്പറേഷൻ ഓഫ് പർച്ചേസ് ഓർഡർ ആൻഡ് എൻഡ് വിത്ത് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽ കൺട്രോൾ എന്ന കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ എപ്പോഴാണോ പർച്ചേസിന് വേണ്ടിയിട്ട് ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത് അത് മുതൽ അവസാനം ആ മെറ്റീരിയൽ ഒരു ഫിനിഷ്ഡ് ഗുഡ് ആയിട്ട് മാറുന്ന അത് വരെ, അതിന്റെ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ മെറ്റീരിയൽ ആവുന്നത് വരെ മെറ്റീരിയൽ കൺട്രോൾ എന്ന കോൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇതിനകത്ത് ഡെഫിനേഷൻ ചെയ്യുന്നത് എന്താണ് മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ മെറ്റീരിയൽ കൺട്രോളിന്റെ ഡെഫിനേഷൻ ആണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എ സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് കൺട്രോൾ ഓവർ പർച്ചേസ്. പർച്ചേസിന്റെ മുകളിൽ നിന്നൊരു സിസ്റ്റമാറ്റിക് കൺട്രോൾ കൂടിയാണ്. ദെൻ സ്റ്റോറിങ്, പർച്ചേസ് മാത്രമല്ല സ്റ്റോറിങ് വേണം, കൺസംഷൻ ഓഫ് മെറ്റീരിയൽസ് വേണം. അതുപോലെ തന്നെ സോ ആസ് ടു മെയിൻറ്റെയിൻ ദ റെഗുലർ ആൻഡ് ടൈംലി സപ്ലൈ ഓഫ് മെറ്റീരിയൽ അറ്റ് ദി സെയിം ടൈം അവോയ്ഡിങ് ദി ഓവർ സ്റ്റോക്കിംഗ്. അപ്പോൾ മെറ്റീരിയൽ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് കൺട്രോൾ ആണ്. പർച്ചേസിന്റെ മേലെ, സ്റ്റോറിങ്ങിന്റെ മേലെ, കൺസംഷന്റെ മേലെ, അതുപോലെ തന്നെ മെയിൻറ്റെയിനിങ് ദി റെഗുലർ ആൻഡ് ടൈംലി സപ്ലൈ ഓഫ് മെറ്റീരിയൽ ടു അറ്റ് ദ സെയിം ടൈം. അതായത് നമ്മളിപ്പോ കൺട്രോൾ ചെയ്യുന്നുണ്ട്, പർച്ചേസ് ചെയ്യുന്നുണ്ട്, കൺസംഷൻ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും റെഗുലർ ആയിട്ടും ടൈമിലി ആയിട്ടും എന്തെങ്കിലും നമ്മളെ സ്റ്റോക്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്തെങ്കിലും പ്രൊഡക്ഷനിലേക്ക് എത്തണം. പ്രൊഡക്ഷൻ ഒരിക്കലും ബ്രേക്ക് ഡൗൺ ആവാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഓവർ സ്റ്റോക്കിംഗ് ചെയ്തിട്ട് നമ്മളെ ക്യാരി കോസ്റ്റ്, ഹോൾഡിംഗ് കോസ്റ്റ്, അതുപോലെ വേറെ വെയർ ഹൗസിന്റെ കോസ്റ്റുകൾ ഒരിക്കലും കൂട്ടാനും പാടില്ല. അപ്പൊ കോസ്റ്റ് റിഡക്ഷൻസ് ഉണ്ടാവണം. അതുപോലെ എഫിഷ്യന്റ് ആയിട്ടുള്ള സപ്ലൈ ഓഫ് മെറ്റീരിയൽസും ഉണ്ടായിരിക്കണം എന്നാണ് ഈ ഡെഫിനിഷനിൽ പറയുന്നത്. Then objectives of material controls എന്ന് വെച്ച് കഴിഞ്ഞാൽ to ensure the ready supply of material required for the uninterrupted flow of production. പ്രൊഡക്ഷൻ നിർത്താതെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ബ്രേക്ക് ഡൗൺ ഇല്ലാതെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം മെറ്റീരിയൽ കൺട്രോൾസ്. They have to ensure the ready supply of material for the productions. Then second avoid the overstocking.
മെറ്റീരിയൽസ് ഓവറായിട്ട് സ്റ്റോക്ക് ചെയ്യാതിരിക്കാനും ശ്രമിക്കേണ്ട. ഐഡിയലായി നിൽക്കാൻ പാടില്ല സ്റ്റോക്സ്. ഐഡിയലായി നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ക്യാരി കോസ്റ്റ് വർദ്ധിക്കുമെന്ന പ്രോബ്ലം വരുന്നു. ടു അവോയ്ഡ് അല്ലെങ്കിൽ ടു പർച്ചേസ് മെറ്റീരിയൽ അറ്റ് ദി റൈറ്റ് ക്വാളിറ്റി. ഏറ്റവും നമ്മൾ പ്രൊഡക്ഷന് വേണ്ട ക്വാളിറ്റി എന്താണ്, ആ ക്വാളിറ്റി അനുസരിച്ച് തന്നെ പ്രൊഡക്ഷനിലേക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് ആരുടെ ചുമതലയാണ്? മെറ്റീരിയൽ കൺട്രോളിന്റെ ചുമതല തന്നെയാണ്. ടു പർച്ചേസ് മെറ്റീരിയൽ അറ്റ് റീസണബിൾ ആൻഡ് ലോ കോസ്റ്റ്. ഒരു റീസണബിൾ ആയിട്ടുള്ള ലോ കോസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ റൈറ്റ് ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് കൺസംഷൻ ചെയ്യണം അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യണം എന്ന് പറയാം. മിനിമൈസ് ദി വേസ്റ്റേജ്, അതായത് വേസ്റ്റേജ് മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ ഡാമേജ് ഒഴിവാക്കാനും ലോസ് ഓഫ് മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? മാക്സിമം ലെവലിൽ ഒഴിവാക്കാൻ പറ്റണം. അടുത്തതാണ് ടു അവോയ്ഡ് ദി ഒബ്സലൻസ് ഓഫ് മെറ്റീരിയൽസ്. ഒബ്സലൻസ് എന്ന് വെച്ചാൽ മെറ്റീരിയലിനെ കാലപ്പഴക്കമൊക്കെ വരാതിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ടു എൻഷുർ ദി പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയലിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോറേജ് അതുപോലെ തന്നെ അതിന്റെ യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയലും ഒക്കെ നോക്കേണ്ടതും മെറ്റീരിയൽ കൺട്രോളിന്റെ ചുമതല തന്നെയാണ്. ടു കീപ് ദ റെക്കോർഡ് ഓഫ് മെറ്റീരിയൽ ട്രാൻസാക്ഷൻ. ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വി ഹാവ് ടു മേക്ക് ഓൾ ദി റെക്കോർഡ് ഫോർ ദി ട്രാൻസാക്ഷൻസ്. Then to provide the management with the latest information about the മെറ്റീരിയൽ. മെറ്റീരിയലിനെ പറ്റിയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? മാനേജ്മെന്റിന് നൽകുന്നതും ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ കൺട്രോളിന്റെ ആണ്. അപ്പൊ ഇത്ര പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ്. ദെൻ അടുത്തൊരു കോൺസെപ്റ്റ് ആണ് മെറ്റീരിയൽ കൺട്രോൾ കഴിഞ്ഞ അടുത്തൊരു കോൺസെപ്റ്റ് ആണ് പറയുന്നത് ഈ പർച്ചേസ് കൺട്രോൾ എന്ന കോൺസെപ്റ്റ്. പർച്ചേസ് കൺട്രോൾ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ. മെറ്റീരിയൽ കൺട്രോൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് കൂടിയാണ് പർച്ചേസ് കൺട്രോൾ എന്ന് പറയുന്നത്. സോ ഇറ്റ് കൺസേൺ വിത്ത് ഓൾ ദി ആസ്പെക്ട് ഓഫ് റിലേറ്റിംഗ് ടു പർച്ചേസ് ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽ കൺട്രോൾ അല്ലെ പർച്ചേസ് കൺട്രോൾ വരുന്ന വെച്ചാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ പറയുന്നതാണ് പർച്ചേസ് കൺട്രോൾ. സോ ഇറ്റ് കൺസേൺ വിത്ത് ഓൾ ആസ്പെക്ട്സ് റിലേറ്റഡ് ടു പർച്ചേസിംഗ് ഓഫ് മെറ്റീരിയൽസ്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ്, അപ്പൊ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? കൺട്രോൾ ഓവർ ദി വേരിയസ് സ്റ്റേജസ് ഇൻ പ്രൊസീജിയർ ഓഫ് പർച്ചേസിംഗ് ഓഫ് മെറ്റീരിയൽ. അപ്പൊ അതിൽ ശരിക്കും വരുന്ന വെച്ചാൽ നമ്മൾ ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഓരോ സ്റ്റേജസ് ഉണ്ടാവും. ആ സ്റ്റേജസിന്റെ പ്രൊസീജിയറും കാര്യങ്ങളാണ് പർച്ചേസ് കൺട്രോൾ കാര്യമായിട്ട് പറയുന്നത്. ഓക്കെ, സോ അവിടെ എന്ത് വേണം? ഒരു പർച്ചേസ് കൺട്രോൾ ദർ ഷുഡ് ബി എ ഡിപ്പാർട്ട്മെന്റ്. ഒരു ഡിപ്പാർട്ട്മെന്റ് അതിന്റെ പേരാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും. സോ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് which is the responsible for the purchase of right quality of material in the right quantity at the right time at the right price for the right source from the right sources. അതായത് നമ്മൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഡിപ്പാർട്ട്മെന്റിനാണ് എന്ത് ചെയ്യാം? നമ്മളൊരു സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും വാങ്ങേണ്ട ചുമതല നൽകുന്നത്. അപ്പൊ അവരുടെ കടമയാണ് അവർ വാങ്ങുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കണം? റൈറ്റ് ക്വാളിറ്റി ആയിരിക്കണം, റൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കണം, റൈറ്റ് ടൈമിന് വാങ്ങിയിരിക്കണം, റൈറ്റ് പ്രൈസിന് വാങ്ങിക്കണം. ദെൻ ദേ ഹാവ് ടു ബൈ ഫ്രം ദി റൈറ്റ് സോഴ്സ്. അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടതാണ് ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ദെൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ടു പ്രിപ്പയർ ദി പർച്ചേസ് ബഡ്ജറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എവറി ഇയർ. ഒരു വർഷത്തേക്കുള്ള പർച്ചേസ് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത് ആർ ചുമതലയാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല ആണ്. ടു ഫോർമുലേറ്റ് ദി പർച്ചേസ് പോളിസി ആൻഡ് പ്രൊസീജിയർ. അപ്പൊ നമ്മളെ കമ്പനീന്റെ പർച്ചേസ് പോളിസീസും അതുപോലെ പർച്ചേസ് പ്രൊസീജിയേഴ്സും ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ടു റിസീവ് ദി റിക്വസിഷൻ ഫ്രം ദി സ്റ്റോക്ക് കീപ്പർ ആൻഡ് അതർ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ സ്റ്റോക്ക് കീപ്പറിന്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ മറ്റേത് ഡിപ്പാർട്ട്മെന്റിലും അവർക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ള ഒരു റിക്വസിഷൻ നമുക്ക് കിട്ടുന്നത് ആർക്കാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനാണ്. സോ ദേ ഹാവ് ടു റിസീവ് ദി പർച്ചേസ് റിക്വസിഷൻ ഫ്രം ദി സ്റ്റോർ കീപ്പേഴ്സ് ആൻഡ് അതർ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്. ടു ചൂസ് ദി മോസ്റ്റ് അഫോർഡബിൾ അല്ലെങ്കിൽ ഫേവറബിൾ സോഴ്സ് ഓഫ് സപ്ലൈ. നമുക്കറിയാം ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും എന്താണ്? ഏറ്റവും ഫേവറബിൾ ആയിട്ടും ഏറ്റവും കോസ്റ്റ്ലെസ് ആയിട്ടും ഏറ്റവും അഫോർഡബിൾ ആയിട്ടും ഏറ്റവും നല്ല ക്വാളിറ്റി ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരെയാണ് ചൂസ് ചെയ്യേണ്ടത്. സോ ദേ ഹാവ് ടു ചൂസ് ദി ബെസ്റ്റ് ആൻഡ് ഫേവറബിൾ സോഴ്സ് ഓഫ് സപ്ലൈ. അതെ, ടു പ്ലേസ് ദി പർച്ചേസ് ഓർഡർ. നമ്മൾ പർച്ചേസ് ഓർഡർ വെക്കുന്നത് ആരുടെ കടമയാണ്? ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്. ടു റിസീവ് ദി മെറ്റീരിയൽ ഓർഡർ ആൻഡ് ഇൻസ്പെക്ട് ദം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം?
പർച്ചേസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, മെറ്റീരിയൽസ് കിട്ടും. ആ കിട്ടുന്ന മെറ്റീരിയൽസിന് എന്ത് ചെയ്യണം, വി നീഡ് ടു ഇൻസ്പെക്ട് ദം. ഇതിനർത്ഥമാണ് ടു വെരിഫൈ ആൻഡ് പാസ് ദി ഇൻവോയ്സ് ഫോർ ദി പേയ്മെന്റ്. ഈ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അവർ തന്നിരിക്കുന്ന ഇൻവോയ്സിന്റെ അതൊന്ന് വെരിഫൈ ചെയ്യും, എമൗണ്ടും ക്വാണ്ടിറ്റിയും കാര്യങ്ങളും കറക്റ്റ് എല്ലാം നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് ഫിനാൻഷ്യൽ സെക്ഷനിലേക്ക് എന്ത് ചെയ്യും, ഫോർവേഡ് ചെയ്യും ടു ഫോർ ദി പേയ്മെന്റ്, അത് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടു പർച്ചേസ് ദ റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ. പിന്നെ അടുത്തൊരു ഫംഗ്ഷനാണ് ദേ ഹാവ് ടു എൻഷുർ ദാറ്റ് ദേ ആർ പർച്ചേസ് ദി ഗുഡ്സ് ഫ്രം ഓർ അറ്റ് ദി ക്വാളിറ്റി, റൈറ്റ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ്. റൈറ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് ആണ് നമ്മളെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് മുഖേന നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നോക്കേണ്ടത് ഇവരെ ചുമതല തന്നെയാണ്. ഇതിനടുത്താണ് നമ്മൾ പറയാൻ പോകുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പർച്ചേസിന്റെ പ്രൊസീജിയർ. പർച്ചേസ് പ്രൊസീജിയർ എന്ന് പറയും. നമുക്ക് 7 പർച്ചേസ് പ്രൊസീജിയർ ആണ് കാര്യമായിട്ട് പറയാനുള്ളത്. ഫസ്റ്റ് നമുക്ക് വി നീഡ് ടു ഗെറ്റ് എ റിക്വസിഷൻ ഫ്രം ദി വേരിയസ് ഹെഡ്സ്, അല്ലെങ്കിൽ എന്താണ്, റിസീവിംഗ് പർച്ചേസ് റിക്വസിഷൻ ആണ് ഫസ്റ്റത്തെ നമ്മുടെ പ്രൊസീജിയർ. സോ പർച്ചേസ് പ്രൊസീജിയർ ബിഗൺ വിത്ത് ദി റിസിപ്റ്റ് ഓഫ് പർച്ചേസ് റിക്വസിഷൻ ബൈ ദി പർച്ചേസ് മാനേജർ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേരിയസ് ഹെഡ്സ് എന്നോ അതല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഒരു ഉദാഹരണം ജസ്റ്റ് ഫോർ സേക്ക് നമ്മൾ കോളേജ് എടുക്കുകയാണെങ്കിൽ ഈ കോളേജിൽ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ ദേ വിൽ ഗെറ്റ് മെനി ഇൻഫർമേഷൻസ്. എന്ത് ചെയ്യും, ഓരോ ഡിപ്പാർട്ട്മെന്റും അവർ പറയും ഇന്ന കാര്യങ്ങൾ. ഇപ്പൊ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ചോക്കില്ല, മറ്റേ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ പേപ്പേഴ്സ് ഇല്ല, FO പേപ്പേഴ്സ് ഇല്ല, അങ്ങനെ കുറെ ഇൻഫർമേഷൻ മീൻസ് കുറെ റിക്വസിഷൻ വരും. ഈ റിക്വസിഷൻ ഒക്കെ കിട്ടുന്നതാണ് ആർക്കെ കിട്ടുക, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനാണ് കിട്ടുക. ഈ റിക്വസിഷൻ റിസീവ് ചെയ്യുന്നതിനാണ് ഫസ്റ്റത്തെ ടോപ്പിക് റിസീവിംഗ് ദി പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത്. കിട്ടിയ ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇൻവൈറ്റ് ദി ടെൻഡർ അല്ലെങ്കിൽ കൊട്ടേഷൻ. സിമ്പിൾ, അത് വലിയ കാര്യം ചിന്തിക്കണം. അതായത് നമുക്ക് എന്തൊരു ഒരു ഉദാഹരണം, നമ്മൾ ഗവൺമെന്റ് ഓഫീസാണെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫീസിൽ AC വേണം. അപ്പൊ AC വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഏത് കൺസേൺ ആയിട്ടുള്ള ആളെ അയാൾ എന്ത് ചെയ്യും, റിക്വസിഷൻ ചെയ്യും, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് തരും. They get a requisition. After getting requisition, the purchase department they will invite for the tender. ഒരു ടെൻഡർ വിളിക്കും. അപ്പൊ ഏറ്റവും വില കുറഞ്ഞിട്ടും ഏറ്റവും അഫോർഡബിൾ ആയിട്ടും ഏറ്റവും റൈറ്റ് ക്വാളിറ്റി ആയിട്ടും ആരാണോ ഈ ടെൻഡർ വിളിക്കുന്ന അയാൾ എന്ത് നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. ആഫ്റ്റർ receiving the purchase requisition, the purchase manager invite the tender or quotation from the various suppliers. അപ്പൊ suppliers എന്ത് ചെയ്യണം, they have to give the tender. Then after receiving those tender, the purchase manager he will select one supplier. Like the purchase manager making a comparative analysis of quotations while selecting the supplier. The purchase manager should consider following factor like price. അപ്പൊ നമ്മളൊരു ടെൻഡറിന് ഏറ്റവും നല്ല ആപ്റ്റ് ആയിട്ടുള്ള ഒരു കൊട്ടേഷൻസ് സെലക്ട് ചെയ്യും, ഒരു സപ്ലയർ സെലക്ട് ചെയ്യും. ആ സമയത്ത് അത് നോക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്താണ്, പ്രൈസും ക്വാളിറ്റിയും തന്നെയാണ് നോക്കാറ്. അത് കഴിഞ്ഞ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പ്ലേസിംഗ് ദി പർച്ചേസ് ഓർഡർ. ടെൻഡർ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും, അത് ഓർഡർ ചെയ്യും, വാങ്ങാനുള്ള ഓർഡർ. പർച്ചേസ് ഓർഡർ ഈസ് an order which issued to the supplier to send the material to specified order. നമ്മൾ പറഞ്ഞ രീതിയിലുള്ള ഒരു ഓർഡർ എന്ത് ചെയ്യണം, നമുക്ക് തരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു ഇൻസിസ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഓർഡർ നൽകുന്നതിനാണ് പ്ലേസിംഗ് ദി പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. അഞ്ചാമത് പറയാം റിസീവിംഗ് ദി മെറ്റീരിയൽ ഓർഡേഴ്സ്. റിസീവിംഗ് ദി മെറ്റീരിയൽ ഓർഡർ എന്ന് വെച്ചാൽ ദ ഓർഡർ മെറ്റീരിയൽ ആർ ടു ബി റിസീവ്ഡ് വെൻ ദേ അറൈവ്ഡ് ടു ഫാക്ടറി. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവരോട് കൊണ്ടുവരാൻ പറഞ്ഞു, AC കൊണ്ടുവരാൻ പറഞ്ഞു. AC കൊണ്ടുവന്ന് കഴിഞ്ഞ് നമ്മളെ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നിങ്ങൾ പറഞ്ഞ ഇന്ന ഐറ്റം ഞങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുള്ള ഒരു ഓർഡർ ലിസ്റ്റ് എന്ത് ചെയ്യും, നമുക്ക് തരും. അതിന് പണം പേരാണ് റിസീവിംഗ് ദി മെറ്റീരിയൽ ഓർഡർ എന്ന് പറയും. അത് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യണം, നമ്മൾ ആ കിട്ടിയ മെറ്റീരിയൽ നമ്മൾ എന്താ വി നീഡ് ഇൻസ്പെക്ടിങ്, നമുക്ക് എന്ത് ചെയ്യണം, ആ മെറ്റീരിയൽ ഇൻസ്പെക്ട് ചെയ്യണം. ക്വാളിഫൈഡ് മെറ്റീരിയൽ ഇൻസ്പെക്ടർ will explain അല്ലെങ്കിൽ will examine the quality of material received and will ensure the quality is concerned according to purchase order. നമ്മൾ പർച്ചേസ് ഓർഡറിൽ പറഞ്ഞ രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ട്, നമ്മൾ ഇപ്പൊ കിട്ടിയ നമുക്ക് റിസീവ് ചെയ്ത മെറ്റീരിയൽസിൽ നിന്ന് ഉറപ്പുവരുത്തുന്ന കടമാർക്കാണ്, ഇൻസ്പെക്ടർക്കാണ്, ക്വാളിറ്റി ഇൻസ്പെക്ടർക്കാണ് അതിന്റെ ചുമതല. അപ്പൊ അയാളൊക്കെ ഒരു വെരിഫിക്കേഷൻ ലിസ്റ്റ് കിട്ടിയതിനു ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അടുത്ത സ്റ്റേജ് ആയ വെരിഫൈ ദി ഇൻവോയ്സ് ആൻഡ് പാസിംഗ് ദം ഫോർ പേയ്മെന്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഇയാള് പറഞ്ഞു ഓക്കെ നല്ല ഗുഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻവോയ്സ് നോക്കും. ഇൻവോയ്സിൽ അതിന്റെ മെറ്റീരിയൽ പ്രൈസ് നോക്കും, ക്വാണ്ടിറ്റി നോക്കും. അതിന്റെ എല്ലാ കാര്യം കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, അത് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നൽകും.
ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുക പർച്ചേസ് ഓർഡർ. ഫസ്റ്റ് എന്താ റിസീവിംഗ് ദി പർച്ചേസ് റിക്വസിഷൻ, inviting the tender and selecting suppliers and placing order. Then we need to receive the materials, we inspect the material and we verify the invoice and passing them for the payment. ഇതിനർത്ഥം നമുക്ക് പറയാനുള്ളത് ചില സെൻട്രലൈസ്ഡ് ആയിട്ടും അതുപോലെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പർച്ചേസിംഗ് സിസ്റ്റത്തെ പറ്റിയിട്ടാണ്. സോ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കമ്പനികളൊക്കെയാണ് അധികം ഈ മോഡൽ ഉപയോഗിക്കാറ്. സോ വെൻ എ സെൻട്രലൈസ്ഡ് സിസ്റ്റം, സെൻട്രലൈസ്ഡ് പർച്ചേസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when all the materials needed by the concern are purchased by one purchase department. അപ്പോൾ നമ്മളൊരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് വേണ്ട എല്ലാ കാര്യങ്ങളും പർച്ചേസ് ചെയ്യുന്നതാണ് ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് പർച്ചേസ് അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് നമുക്ക് പറയാം എന്താ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറയാം. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താ വെച്ചാല് ഇപ്പൊ നമ്മൾ വാങ്ങുന്ന എല്ലാ കാര്യം എന്ത് ചെയ്യും, വി വിൽ ബൈ ഇൻ എ ബൾക്ക്. അപ്പൊ നമുക്കറിയാം ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു 5 സ്റ്റാഫ് ഉണ്ട്, ഈ 5 സ്റ്റാഫിന് പെന്ന് വേണം, ഈ 5 സ്റ്റാഫിന് ചോക്കും കാര്യങ്ങളൊക്കെ വേണം. ഇത് ഈ 5 സ്റ്റാഫിന് മാത്രം പോരാ, ബാക്കി പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും വാങ്ങാൻ എന്തിനും യൂണിറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് വളരെ അധികം. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ സെൻട്രലൈസ്ഡ് ആയിട്ട് എല്ലാവർക്കും കൂടി കുറച്ച് ചോപ്പ് വാങ്ങുക, എല്ലാവർക്കും കൂടി കുറച്ച് പെന്നൊക്കെ വാങ്ങുന്ന രീതിയിൽ വാങ്ങുന്ന മെത്തേഡാണ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ഹെൽപ്പ് ടു മേക്ക് ബൾക്ക് പർച്ചേസ്. അപ്പൊ ബൾക്ക് പർച്ചേസിംഗ് സഹായിക്കുന്ന സംഭവം കൂടിയാണ് എന്ത് ചെയ്യുക സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ്. ദ ബൾക്ക് പർച്ചേസ് enable the firm to obtain trade discount, credit facility. നമ്മൾ കൂടുതലായിട്ട് വാങ്ങുന്നതുകൊണ്ട് നമുക്ക് എന്തുണ്ടാവും, ട്രേഡ് ഡിസ്കൗണ്ട് ഒക്കെ തരും, അതുപോലെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ലാർജ് സ്കെയിൽ ഓഫ് പർച്ചേസ് റിസൾട്ട് എക്കോണമി ട്രാൻസ്പോർട്ടേഷൻ. ഉറപ്പാണ് തീർച്ചയായും നമ്മൾ കൂടുതൽ സാധനം കൊണ്ടുവരും, ഒറ്റയടിക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും എക്കോണമി ട്രാൻസ്പോർട്ടേഷൻ കിട്ടും, അതായത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയും എന്നാണ് പറയുന്നത്. It enables the better control over the purchase. പർച്ചേസിന്റെ മേലെ നമുക്ക് ബെറ്റർ കൺട്രോൾസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റും അതുപോലെ തന്നെ നമ്മൾ ടു എനേബിൾ ടു അവോയ്ഡിങ് ദി ഡ്യൂപ്ലിക്കേറ്റ് പർച്ചേസിംഗ് വർക്ക്സ്. ഡ്യൂപ്ലിക്കേറ്റ് ഉള്ള പർച്ചേസിംഗ് വർക്കുകളൊക്കെ ഒഴിവാക്കാനും സാധിക്കുന്നുണ്ട്. Then enable the company to maintain a uniform purchase policy. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പർച്ചേസിംഗ് പോളിസി കൊണ്ടുവരാൻ പറ്റും, സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ പറ്റും. And to help to avoid the overstocking and reducing investment in the materials. അപ്പോൾ ഓവർ സ്റ്റോക്കിങ്ങും കുറയ്ക്കാൻ പറ്റും, അതുപോലെ തന്നെ നമ്മളെ മെറ്റീരിയലിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും പറ്റും. ഈ സെൻട്രലൈസ്ഡ് സിസ്റ്റം ഓഫ് പർച്ചേസിംഗ് കൊണ്ട് സാധിക്കുന്നതാണ്. അടുത്ത ഡിസ്കസ് ചെയ്യുന്ന വെച്ചാൽ ഡീസെൻട്രലൈസ്ഡ് പർച്ചേസ് സിസ്റ്റം എന്ന് വെച്ചാൽ ഡീസെൻട്രലൈസ്ഡ് പർച്ചേസ് സിസ്റ്റം ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് ഈച്ച് ഡിപ്പാർട്ട്മെന്റ് മേക്ക് ഇറ്റ്സ് ഓൺ പർച്ചേസ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവർക്കനുസരിച്ചുള്ള പർച്ചേസ് എന്ത് ചെയ്യും, അവർ ചെയ്യും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഇറ്റ്സ് ഡിപ്പെൻസ്, ഇറ്റ്സ് വേരിയിങ് ആണ്. നമ്മൾ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം അല്ല എന്ത് ചെയ്യുന്നത് പർച്ചേസിങ് ചെയ്യുന്നത്. സോ അണ്ടർ ദിസ് സിസ്റ്റം ദി പർച്ചേസ് ഫങ്ഷൻ ഈസ് സെൻട്രലൈസ്ഡ് വെൻ ദ പർച്ചേസ് ഈസ് മെയ്ഡ് നോട്ട് ബൈ എ സിംഗിൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ബട്ട് മെനി ഡിപ്പാർട്ട്മെന്റ്. ഇതിന്റെ മെയിൻ പെക്യുലർ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് വെച്ചാല് നമുക്ക് ഈസി ആയിട്ടും പെട്ടെന്നായിട്ടും എന്ത് ചെയ്യാം പർച്ചേസ് നടത്താൻ പറ്റും. ഓരോ ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും എന്താ സാധനം കുറവുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അവർക്ക് വാങ്ങും. മോർ എഫിഷ്യന്റ് ആയിട്ടും കണക്കാക്കുന്ന സംഭവമാണ് സെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനടുത്ത് ലാസ്റ്റ് ഈ തിയറി പാർട്ടിൽ ലാസ്റ്റ് ആയിട്ട് കണക്കുന്നത് അസർട്ടൈൻ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് പർച്ചേസ്ഡ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ചെയ്ത മെറ്റീരിയൽസിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ട്രൂ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഈസ് കാൽക്കുലേറ്റ് ആഫ്റ്റർ ടേക്കിംഗ് ദീസ് അഡീഷണൽ ആൻഡ് ഡിഡക്ഷൻസ്. അപ്പൊ നമ്മളൊരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മെറ്റീരിയൽ പർച്ചേസിന്റെ യഥാർത്ഥ പ്രൈസ് കാണുന്നത് എങ്ങനെയാ വെച്ചാൽ അതിന് ഇൻവോയ്സ് പ്രൈസ് ഉണ്ടെങ്കിൽ ആ ഇൻവോയ്സ് പ്രൈസിന്റെ കൂടെ നമ്മൾ അതിന് വന്ന ഫോർവേഡിങ് അതുപോലെ തന്നെ പാക്കിംഗ് ചാർജ് ആഡ് ചെയ്യണം, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആഡ് ചെയ്യണം, ഇൻഷുറൻസ് കോസ്റ്റ് ആഡ് ചെയ്യണം, സെയിൽസ് ടാക്സ് ആഡ് ചെയ്യണം, എക്സൈസ് ടാക്സ് ഒക്കെ ആഡ് ചെയ്യണം. ദെൻ അതുപോലെ തന്നെ കണ്ടെയ്നറിന്റെ കേസ്, കണ്ടെയ്നർ 2 കേസാണ് പറയുന്നത്. ഈ കണ്ടെയ്നർ റിട്ടേണബിൾ ആണെങ്കിൽ ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും ഇതിന് പകുതി വാർഡ് നമ്മൾ എന്ത് ചെയ്യാം റിട്ടേൺ ചെയ്യാം അല്ലെങ്കിൽ ഫുള്ള് റിട്ടേൺ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് അതിനനുസരിച്ചുള്ള കണക്കുകൾ ചെയ്തു. ഇപ്പൊ ഒരു കണക്കിൽ പറയാണ് റിട്ടേണബിൾ കണ്ടെയ്നർ ആണ്, ഇറ്റ് ക്യാൻ ബി റിട്ടേൺ അപ് ടു പാർഷ്യൽ അല്ലെങ്കിൽ പകുതി മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു കണ്ടെയ്നർ നമുക്ക് വരുന്ന എമൗണ്ട് പറഞ്ഞാൽ 10 രൂപയാണെങ്കിൽ
അതിൽ നിന്ന് എന്ത് ചെയ്യാം, ഒരു 5 രൂപ കുറയ്ക്കാം. കാരണം വെച്ചാൽ അത് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട്. ചിലത് എന്താണ് നോൺ റിട്ടേണബിൾ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഈ കണ്ടെയ്നറിന്റെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. 10 രൂപ കോസ്റ്റ് ഉണ്ടെങ്കിൽ ആ 10 രൂപ കോസ്റ്റ് എന്ത് ചെയ്യണം, ആ പ്രൊഡക്റ്റിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ഇനി ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഇൻവോയ്സ് പ്രൈസിൽ നിന്ന് കുറയ്ക്കാനുള്ള ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയും, അതുപോലെ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്. ഈ 2 കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻസ് അല്ലെ ഈ ഇൻവോയ്സ് പ്രൈസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാൻ പറ്റും. സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ കേസ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ജോയിന്റ് കോസ്റ്റ് പർച്ചേസ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. സോ അതിന്റെ ഇല്ലുസ്ട്രേഷൻ ആണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്, വേറെ ഒന്നും നോക്കാനില്ല. ഈ എന്താണ് ജോയിന്റ് കോസ്റ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ, ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ചില എക്സ്പെൻസുകൾ നമ്മൾ ഇപ്പോൾ ഉദാഹരണം സെയിൽസ് ടാക്സ്, നമ്മൾ ബി എന്ന 2 പ്രൊഡക്ട്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നമ്മൾ സെയിൽസ് ടാക്സ് കിട്ടുന്ന സമയത്ത് രണ്ടിനും കൂടിയിട്ട് ഒരു 5000 രൂപ കിട്ടും. അപ്പൊ നമ്മൾ അവിടെ നമുക്ക് ആകെ എത്ര അറിയുള്ളൂ, അതിന്റെ പോർഷൻ എത്ര. അപ്പൊ എന്നൊരു പോർഷൻ ഉപയോഗിക്കുന്നത് അറൗണ്ട് 60%. അതുപോലെ ബി എന്ന പോർഷൻ ഉപയോഗിക്കുന്നത് 40%. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ 50,000 രൂപന്റെ 60% എന്റെ 40% ആയിരുന്നാണ് ബിന്റെ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ജോയിന്റ് കോസ്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. സോ സം എക്സ്പെൻസ് ഇൻകേർഡ് ജോയിന്റ്ലി ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ്. ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയലിന് ജോയിന്റ് ആയിട്ട് എന്തുണ്ടാവും, ഒരു കോസ്റ്റ് വന്നിട്ടുണ്ടാവും. അത് കണ്ടെത്താനാണ് ജോയിന്റ് കോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. സോ അത് ഉദാഹരണങ്ങളാണ് കാരേജ് കോസ്റ്റ്. ഇപ്പൊ നമ്മള് കാരേജ് പറഞ്ഞാൽ നമ്മളെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷനിലേക്ക് മെറ്റീരിയൽസ് കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടായ ചെലവ് തന്നെയാണ് കാരേജ് കോസ്റ്റ് എന്ന് പറയും. അതുപോലെ ആ മെറ്റീരിയൽ നമ്മൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിനെയും പറയും. അതുപോലെ സെയിൽസ് ടാക്സ് ഉണ്ടെങ്കിൽ അതിനും എന്ത് ചെയ്യാം, നമ്മൾ ജോയിന്റ് കോസ്റ്റ് ആയിട്ട് കണക്കാക്കാം. സച്ച് എക്സ്പെൻസ് ക്യാൻ ആർ ടു ബി അപ്രോഷിയേറ്റ് മീൻസ് അത് എന്ത് ചെയ്യാം, നമ്മൾ അതിന്റെ അപ്രോപ്രിയേഷൻ എത്രയാണോ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, അത് ഡിവൈഡ് ചെയ്യണം അല്ലെങ്കിൽ സബ്രിഗേറ്റ് ചെയ്യണം. നമുക്കറിയാം സെപ്പറേറ്റ് ചെയ്യണ്ടേ, ഇപ്പോ അതിനെ സെപ്പറേറ്റ് ചെയ്യണം. ഇപ്പൊ അതെങ്ങനെ സെപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മളിപ്പോ കാരേജ് കോസ്റ്റ് ആണെങ്കിൽ അതിനെന്ത് ചെയ്യണം, ഓൺ ദ ബേസിസ് ഓഫ് വെയിറ്റിൽ നമ്മൾ ഡിവൈഡ് ചെയ്യും. അല്ലെങ്കിൽ അതിന്റെ വെയിറ്റ് അനുസരിച്ച് റേഷ്യോയിൽ നമുക്ക് എന്ത് ചെയ്യും, ആ കോസ്റ്റിനെ ഒന്ന് സബ്രിഗേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യും. ഇൻഷുറൻസ് ആണെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് വാല്യൂസ് ആണ്. നമ്മളിപ്പോ ഉദാഹരണം 5000 രൂപന്റെ പ്രൊഡക്റ്റ് ആണ് പറഞ്ഞ ഒരു ഇൻഷുറൻസ് നൽകിയിട്ടുണ്ട്. അതിലിപ്പോ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഒരു എന്ന പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായ ചെലവ് അത് 60,000 രൂപയാണ് ലക്ഷം. ബി എന്നൊരു പ്രൊഡക്റ്റിന് വന്നത് 40,000 രൂപയാണ്. അങ്ങനെയാണ് എന്റെ റേഷ്യോ ഇത്ര 6:4 ആണ് വരിക. അപ്പൊ ആ റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഇൻഷുറൻസ് എമൗണ്ട് ഈച്ച് പ്രൊഡക്ട്സിലേക്ക് എന്ത് ചെയ്യും, ഒന്ന് ക്ലെയിം ചെയ്യും. അപ്പൊ അതിനെ പറ്റി പറയുന്നതാണ് ജോയിന്റ് കോസ്റ്റ്. ഇതിന്റെ പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പൊ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും.